ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോയേജ് അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. ഇല്ലുസ്ട്രേഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും ക്വസ്റ്റ്യൻ ഒന്ന് ഓവറോളായിട്ട് വായിച്ച് നോക്കിയെങ്കിൽ മാത്രമേ എങ്ങനെയാണ് ഒരു വോയേജ് അക്കൗണ്ട് കറക്റ്റായിട്ട് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ ചെയ്തു പോകണം എന്നുള്ള ഒരു ഐഡിയ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഫസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. Illustration 2. Packard Steamship Limited owns a tram steamer by name MV Vaigund which was started on a voyage on 1st March 2020 on the following terms. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷിപ്പിൻ്റെ പേര് തന്നിട്ടുണ്ട്. MV Vaigund എന്ന് പറയുന്ന ഒരു ട്രാം സ്റ്റീമറാണ് ഇവിടുത്തെ ഷിപ്പ് എന്ന് പറയുന്നത്. ഇത് വോയേജ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും കൂടെ പറയുന്നുണ്ട്. 1st March 2020. ഇനി താഴെ ഈ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ താഴോട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് മുംബൈ ടു ബസ്ര വിത്ത് ജനറൽ കാർഗോ അറ്റ് ₹500 പെർ ടൺ. മുംബൈയിൽ നിന്ന് ബസ്രയിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്നത് കയറ്റിവിട്ടിരിക്കുന്നത് ജനറൽ കാർഗോ ആണ്. അതിൽ പെർ ടണ്ണിന് ₹500 ആണ് അവർ ഷിപ്പിംഗ് കമ്പനി ഫ്രൈറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണോ ടണ്ണ് ലോഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. ആ ലോഡ് ചെയ്തിരിക്കുന്ന എത്ര ടൺസ് ഉണ്ടോ അതിന് പെർ ടണ്ണിന് എത്രയാണ് ഫ്രൈറ്റ് ചാർജ് എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. അത് എവിടെ തൊട്ട് എവിടെ വരെയുള്ള അതിൻ്റെ ഫ്രൈറ്റ് ചാർജാണ്? മുംബൈ ടു ബസ്രയിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്ന ജനറൽ കാർഗോയ്ക്ക് കമ്പനി കളക്ട് ചെയ്യുന്ന കമ്പനിയുടെ ഫ്രൈറ്റ് ചാർജാണ് പെർ ടണ്ണിന് ₹500. ഇത്രയും മനസ്സിലാക്കുക. ബാക്കിയൊക്കെ ഡീറ്റെയിൽ ചിലപ്പോൾ താഴോട്ടായിരിക്കും. മൊത്തത്തിൽ എത്രയാണ് ലോഡ് ചെയ്തിരിക്കുന്ന ആ ടൺസ് എന്നുള്ള ഡീറ്റെയിലൊക്കെ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ഭാഗത്തോട്ടൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഓവറോളായിട്ട് മൊത്തത്തിൽ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞത്. എല്ലാം മൊത്തത്തിൽ വായിച്ച് നോക്കിയതിന് ശേഷം കണക്ട് ചെയ്യേണ്ട പോയിൻറ്റ്സുകളെ കണക്ട് ചെയ്ത് ഒരുമിച്ച് നമ്മുടെ അക്കൗണ്ട്സിലോട്ട് പ്രസൻറ്റ് ചെയ്താൽ മതിയാകും. ഇനി അതിനോടൊപ്പം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? മുംബൈയിൽ നിന്ന് ബസ്രയിലേക്ക് ജനറൽ കാർഗോ ലോഡ് ചെയ്തു. പെർ ടണ്ണിന് $500 ആണ് ഫ്രൈറ്റ് ചാർജസ്. ഓക്കെ, നെക്സ്റ്റ് ദ ചാർട്ടർ stipulates for an address commission to the charterers at 2% of the freight payable on raising the bill of lading together with a brokerage of 5% to the charter's agent, 1/3 of which is repayable to the ship. അപ്പോൾ നമുക്കിവിടെ ഈ പറഞ്ഞ ഫസ്റ്റ് പോയിന്റിനെ മാത്രം ബേസ് ചെയ്ത് ഇവിടെ 1-2 കാൽക്കുലേഷൻസ് ചെയ്തെടുക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ടൺസ് എത്രയാണോ താഴോട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്രൈറ്റിൻ്റെ എമൗണ്ട് പെർ ടണ്ണിന് 500 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് കിട്ടുമോ ആ എമൗണ്ടിൻ്റെ ഒരു 2% കമ്മീഷൻ, അഡ്രസ് കമ്മീഷൻ ചാർട്ടേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്രസ് കമ്മീഷൻ ഇന്ന ആൾക്കാണെന്നും ബ്രോക്കറേജ് ചാർട്ടേഴ്സിൻ്റെ ഏജൻറ്റിനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് തിയറി പാർട്ടായിട്ട് എന്താണ് അഡ്രസ് കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് എന്നൊക്കെ ഡിസ്കസ് ചെയ്ത പോയിന്റിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു റേറ്റ് മാത്രം നമ്മുടെ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒരു റേറ്റും ആ ഒരു കണ്ടൻറ്റ് എന്താണ്, ആ ഒരു ഐറ്റം എന്താണെന്ന് മാത്രം നോട്ട് ചെയ്ത് പോയാൽ മതിയാകും. അപ്പോൾ ഇവിടെ പറയുന്നത് ഏറ്റവും മെയിനായിട്ടുള്ള പോയിൻ്റ് എന്താ? എത്രയാണോ ഫ്രൈറ്റ് വരുന്നത് ആ ഫ്രൈറ്റിൻ്റെ 2% അഡ്രസ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളതും അതോടൊപ്പം ചാർട്ടേഴ്സ് ഏജൻറ്റിന് ഒരു ബ്രോക്കറേജ് 5% ബ്രോക്കറേജും വരുന്നുണ്ട്. അപ്പോൾ 2 ഐറ്റംസ് ഇവിടെ മെയിനായിട്ടും ഈ ഫസ്റ്റ് പെർ ടൺ 500 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്രൈറ്റിൻ്റെ മാത്രം ചാർജ് ചെയ്യുന്ന നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 2% അഡ്രസ് കമ്മീഷൻ ചാർജ് ചെയ്ത് കൊടുക്കാനോ അല്ല ഡെബിറ്റ് ചെയ്യാനുണ്ട്. 5% ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്ത് വോയേജ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത എന്താ പറയുന്നത്? എന്നിട്ട് ഈ പറയുന്ന ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയ 5% ബ്രോക്കറേജ് എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണോ, ബ്രോക്കറേജ് 5% എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതിൻ്റെ 1/3 ഓഫ് വിച്ച് ഈസ് റീപേബിൾ ടു ദ ഷിപ്പ്. അതിൻ്റെ 1/3 എന്ത് ചെയ്തെന്നാണ് പറഞ്ഞാൽ ആദ്യം ചാർട്ടേഴ്സ് ഏജൻറ്റിന് അല്ലെ ബ്രോക്കറേജ് ആയിട്ട് ഒരു 5% കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു 1/3 അതിൻ്റെ 1/3 നമുക്ക് എന്ത് ചെയ്തു? കമ്പനിക്ക്, ഷിപ്പിംഗ് കമ്പനിക്ക് തന്നെ തിരിച്ച് കിട്ടി. ബ്രോക്കറേജ് അല്ലെ ചാർട്ടേഴ്സ് ഏജൻറ്റിനെ തിരിച്ച് റീപേ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ഇൻകമായിട്ട് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വീണ്ടും അതിൻ്റെ 1/3 തിരികെ വരുന്നതായിട്ട് ഇവിടെ കാണിക്കണം. അപ്പോൾ നോർമലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്തതിനകത്ത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൂടെ നമ്മുടെ വോയേജ് അക്കൗണ്ട് ചെയ്യാനായിട്ട് ഓർക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ആ 1/3 എന്ന് ഉദ്ദേശിക്കുന്ന ഏതിൻ്റെ കാര്യം മാത്രമാണ്? ബ്രോക്കറേജ് ആയിട്ട് കൊടുത്ത 5% ചാർട്ടേഴ്സ് ഏജൻറ്റിന് കൊടുത്ത ആ 5%ൻ്റെ മാത്രം ബ്രോക്കറേജിൽ നിന്ന് ഒരു 1/3 എന്ത് ചെയ്തു? ഷിപ്പിംഗ് കമ്പനിക്ക് തന്നെ തിരിച്ച് കിട്ടി. ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെ ഇൻകമായിട്ട് തിരികെ വന്നു എന്നാണ് കാണിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് മാത്രം നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് സെക്കൻഡ് വൺ ബസ്ര ടു ദുബായ് എന്നുള്ള അടുത്ത റൂട്ടാണ്. അപ്പോൾ ബസ്ര ടു ദുബായ് വിത്ത് ഫെർട്ടിലൈസർ. അവിടെ ഫസ്റ്റ് പറഞ്ഞ മുംബൈ ടു ബസ്ര ലോഡ് ചെയ്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ജനറൽ കാർഗോ ആയിരുന്നു. അടുത്ത പറയുന്ന ഫെർട്ടിലൈസേഴ്സാണ്. ബസ്രയിൽ നിന്ന് ദുബായിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്ന ഫെർട്ടിലൈസേഴ്സാണ്. അതിൻ്റെ പെർ ടണ്ണിന് അവർ ചാർജ് ചെയ്യുന്നത് 240 ആണ്, 240 രൂപയ്ക്കാണ് പെർ ടണ്ണിന്
ഫ്രൈറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് ടണ്ണെന്നൊക്കെ ഉള്ളത് ലാസ്റ്റിലോട്ട് പിടികിട്ടും. അതിനെ ഇൻറ്റു 240 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബസ്ര ടു ദുബായിലേക്കുള്ള എത്രയാണ് ഫ്രൈറ്റ് ചാർജ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുമുണ്ട്. അഡ്രസ് കമ്മീഷൻ ഇതിൻ്റെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എത്ര കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഫ്രൈറ്റ് എത്രയാണോ അതിൻ്റെ 2% ഓഫ് ഫ്രൈറ്റ് അഡ്രസ് കമ്മീഷനായിട്ട് ചാർട്ടേഴ്സിന് കൊടുക്കണം. കൂടാതെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 1% ബ്രോക്കറേജ് ആയിട്ടും പേ ചെയ്യണം. അപ്പോൾ ഈ രണ്ടാമത്തെ ബസ്ര ടു ദുബായിലേക്ക് മാത്രം എത്ര ഫ്ലൈറ്റ് ചാർജ് വരുന്നുണ്ടോ അതിനു മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് ബ്രോക്കറേജും അഡ്രസ് കമ്മീഷനും കാൽക്കുലേറ്റ് ചെയ്ത് ഡെബിറ്റ് ചെയ്യണം എന്നത് ഓർക്കണം. നേരത്തെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഫ്രൈറ്റ് മൊത്തത്തിൽ കാണുന്നു, അല്ലെ പ്രൈമേജ് ഉണ്ട് അത് കാണുന്നു. ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജിൻ്റെ എമൗണ്ടിന് മൊത്തത്തിലൊരു അഡ്രസ് കമ്മീഷൻ, മൊത്തത്തിലൊരു ബ്രോക്കറേജ് ആയിരുന്നെങ്കിൽ ഇവിടെ ഓരോ റൂട്ടിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ബ്രോക്കറേജും കമ്മീഷനും എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് വർക്കിംഗ് നോട്ടുകൾ കൃത്യമായിട്ട് എഴുതി നിങ്ങളതിൻ്റെ എമൗണ്ടുകൾ കണ്ടുപിടിച്ചതിന് ശേഷം വോയേജ് അക്കൗണ്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കണം. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, ദ വെസൽ ഈസ് ഇൻഷ്യേർഡ് വിത്ത് ലോയിഡ്സ് ഓൺ ആൻ ആനുവൽ പ്രീമിയം ഓഫ് ₹6,60,000. ഇനി അടുത്ത പറയുന്നത് ഈ ഒരു ഷിപ്പിൻ്റെ ഇൻഷുറൻസ് പ്രീമിയത്തിനെ പറ്റിയാണ്. ഈ ഷിപ്പിന് ഇൻഷുറൻസ് ഉണ്ട്, ആനുവൽ പ്രീമിയമാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ഒരു വർഷത്തേനുള്ള പ്രീമിയമാണ് 6,60,000. നമുക്ക് വേണ്ടിയത് എന്താണ്, ഇവിടെ എത്ര നാളത്തേനാണ് നടക്കുന്നത്, വോയേജ് നടക്കുന്നത്, എത്ര ഇപ്പോൾ 1 മന്തിലേക്കാണോ 2 മന്തിലേക്കാണോ അത്രയും നാളത്തേനുള്ളത് മാത്രം ഇവിടെ എടുത്താൽ മതി. ഇപ്പം നമ്മൾ ആകെ കൂടി ഇവിടെ ഫസ്റ്റ് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തു എന്നേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ച് കഴിയുമ്പോഴേക്കും എന്നാണ് വോയേജ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഐഡിയ കിട്ടും. അപ്പോൾ എത്ര മാസമാണോ നമ്മുടെ വോയേജ് നടക്കുന്നത് അതിൻ്റെ അത്രയും മന്തിലേക്ക് മാത്രം, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വോയേജിൻ്റെ പീരീഡിലേക്ക് മാത്രം എത്ര പ്രീമിയം വരുമോ അത് മാത്രം. അപ്പോൾ 6,60,000 ഡയറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. ആ ഒരു എമൗണ്ടിൻ്റെ എത്രയാണോ പർട്ടിക്കുലർ വോയേജുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ട് എത്ര ഇൻഷുറൻസ് വരുമോ ആ ഒരു എമൗണ്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് മന്തിലോട്ട് കൺവേർട്ട് ചെയ്ത്, ഇപ്പോൾ 2 മാസമാണെങ്കിൽ 6,60,000 ഇൻറ്റു 2/12 ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് മാത്രം ചാർജ് ചെയ്യുക. അതാണ് ഉദ്ദേശിച്ചത്. ഇനി അടുത്ത എന്താ, ദ മാസ്റ്റർ ഓഫ് ദ വെസൽ ഈസ് എൻറ്റൈറ്റിൽ ടു 1% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ്സ് ഓഫ് ഈച്ച് വോയേജ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. ഇവിടെ കുറച്ച് പോയിൻറ്റ്സുകൾ നമുക്ക് കൂടുതൽ വർക്കിങ്സുകൾ ചെയ്യാനുള്ളൊരു പ്രോബ്ലമാണ്. ഓരോ പോയിന്റിൽ നമുക്ക് വർക്കിംഗ് നോട്ടുകൾ പലതും ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പോയിന്റ് എന്താ പറയുന്നത്, ഷിപ്പിൻ്റെ മാസ്റ്ററിന് ഒരു 1% നെറ്റ് പ്രോഫിറ്റും കൂടി കിട്ടാനായിട്ടുള്ള യോഗ്യതയുണ്ട്. അത് അലോഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ മാസ്റ്റർ ഈസ് എൻറ്റൈറ്റിൽ ടു 1% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഈച്ച് വോയേജ്. അപ്പോൾ ഓരോ വോയേജിൽ നിന്നും എത്ര നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു 1% ആർക്കുള്ളതാണ്, ആ വെസലിൻ്റെ മാസ്റ്ററിനുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകമായിട്ടൊരു വേർഡും കൂടെ പറയുന്നുണ്ട്, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കമ്മീഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കമ്മീഷൻ ഉൾപ്പെടെ 1% കമ്മീഷൻ ഉൾപ്പെടെ ആർക്ക്, വെസലിൻ്റെ മാസ്റ്ററിന് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എത്ര നെറ്റ് പ്രോഫിറ്റ് വരുന്നുണ്ടോ അതിൻ്റെ 1% എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, നമുക്ക് നെറ്റ് പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് 1% കാണേണ്ടി വരുമ്പോൾ, അല്ലെ എത്ര ഏത് റേറ്റും ആയിക്കോട്ടെ നെറ്റ് പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് കമ്മീഷൻ ചാർജ് ചെയ്യേണ്ടി വരുമ്പോൾ ഇവിടെ ആഫ്റ്റർ ചാർജിങ് ആണോ ബിഫോർ ചാർജിങ് ആണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ് ആഫ്റ്റർ, വെദർ ഇറ്റ് ഈസ് ആഫ്റ്റർ ഓർ ബിഫോർ, ദെൻ ടേക്ക് ഇറ്റ് ആസ് ബിഫോർ ചാർജിങ്. ബിഫോർ ചാർജിങ് എന്നുള്ള രീതി എടുത്താൽ മതി. എന്താണ് ബിഫോർ ചാർജിങ്ങും ആഫ്റ്റർ ചാർജിങ്ങും തമ്മിൽ വരുമ്പോഴുള്ള വ്യത്യാസം? ബിഫോർ ചാർജിങ്ങിലും ആഫ്റ്റർ ചാർജിങ്ങിലും വരുമ്പോൾ ബിഫോർ ചാർജിങ് ആണെങ്കിൽ റേറ്റ് നമ്മൾ എങ്ങനെ തന്നെ എടുത്താൽ മതി, നമുക്ക് തരുന്ന റേറ്റ് തന്നെ നമ്മൾ എടുത്താൽ മതി. 1% എന്ന് പറഞ്ഞാൽ 1/100 ഓഫ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നൊന്നും നമുക്കറിയില്ല, ഏറ്റവും ലാസ്റ്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു റഫ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബാക്കി ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി ഐറ്റം, ഇൻകം ആവട്ടെ എക്സ്പെൻസ് ആവട്ടെ, ഈ ഒരു വോയേജ് അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റിലെ സ്റ്റെപ്പായിട്ട് ഒരു നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണല്ലോ കിട്ടുക, അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മാത്രം ഒരു റഫ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് എത്തുന്നത് ആ ഒരു സ്റ്റേജിൽ മാത്രം. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാവൂ, ഈ പറയുന്ന ഒരു പോയിന്റിലോട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് അത് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ചെയ്യുമ്പോൾ ബിഫോർ ചാർജിങ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റഫ് നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ അവർ പറയുന്ന റേറ്റ് എത്രയാണോ 1% ആണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക. ഇനി ആഫ്റ്റർ ചാർജിങ് എന്ന് നമ്മളോട് വളരെ പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ചാർജിങ് വരുമ്പോൾ റേറ്റ് എടുക്കേണ്ടത് എത്രയാണോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന റേറ്റ്, ആ റേറ്റ് ഡിവൈഡഡ് ബൈ
100 അല്ല, 100 പ്ലസ് റേറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 100 പ്ലസ് റേറ്റ്, അതായത് ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആയിക്കോളൂ. ഇവിടെ തന്നെ 1% എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ എങ്ങനെ എടുക്കണം? ആഫ്റ്റർ ചാർജിങ് പറയുമ്പോൾ 1% എന്ന് പറഞ്ഞാൽ റേറ്റ് 1 ആണ്, റേറ്റ് 1 എന്ന് തന്നെ എടുത്തു. 100 പ്ലസ് 1 എന്ന് എടുക്കണം ഡിനോമിനേറ്റർ, അതായത് 101 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതാണ് ആഫ്റ്റർ ചാർജിങ് വരുമ്പോൾ ഒരു പ്രോബ്ലത്തിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ്, നമ്മുടെ റഫ് നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ ആ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു നമ്മൾ ഏത് റേറ്റ് എടുക്കണം? 1/101. ഇത് 1% ആയതുകൊണ്ടാണ് 1/101 വന്നത്. ഇനി 2% ആണെങ്കിൽ നമ്മളെങ്ങനെ റേറ്റ് എടുത്തേനെ? 2/102. അപ്പോൾ 102 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, കാരണം റേറ്റ് ആണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള കേസിൽ മാത്രം ചെയ്താൽ മതി? നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിഫോർ ചാർജിങ്, ആഫ്റ്റർ ചാർജിങ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ചാർജിങ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മാത്രം റേറ്റ് എങ്ങനെ എടുക്കണം? 1% എങ്കിൽ 1/101 അല്ലെ 1/101 എന്നുള്ള രീതിയിൽ നമ്മൾ റേറ്റ് എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ കമ്മീഷനൂടെ കഴിഞ്ഞതിന് ശേഷം വരുന്ന നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള മീനിങ്ങിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് റേറ്റ് അങ്ങനെ എടുക്കുന്നത്. പക്ഷേ നമ്മളിതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, എപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൂടെ ഓർത്തോളുക. നെറ്റ് പ്രോഫിറ്റിന് കമ്മീഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെ വെയിറ്റ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് എപ്പോഴേ കിട്ടൂ? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വലിയ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈച്ച് ആൻഡ് എവരി ഐറ്റം നമ്മുടെ അക്കൗണ്ടിലോട്ട് എഴുതിയതിന് ശേഷം നമ്മളൊന്ന് റഫായിട്ട് ഈ കമ്മീഷൻ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് റഫ് നെറ്റ് പ്രോഫിറ്റിൽ എത്തുന്ന പോയിന്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ ഒന്നും കൂടെ പറയാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് എടുത്തത് റെക്കോർഡ് ചെയ്യുന്നില്ല. ഏറ്റവും ലാസ്റ്റിലായിരിക്കും ഒരു പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ആ ടൈമിൽ ഇത് ഓർത്താൽ മതിയാവും. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നോക്കാം. ഫർദർ ഡീറ്റെയിൽസ് ആർ ആസ് ഫോളോസ്. എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞത്? റിപ്പേഴ്സ് ആൻഡ് റിന്യൂവൽസ്. മുംബൈ ടു ബസ്ര ടു ദുബായ് എന്ന് നമുക്കൊരു ഐഡിയ മോളിൽ നിന്ന് വായിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ റൂട്ടൊന്ന് നമ്മളൊന്ന് പറഞ്ഞ് നോക്കുവാണെങ്കിൽ മുംബൈയിൽ നിന്ന് നമ്മുടെ ഷിപ്പ് ആദ്യം എങ്ങോട്ടായിരിക്കും പോകുന്നത്? ബസ്രയിലേക്ക് അല്ലേ? പിന്നെ ബസ്രയിൽ നിന്ന് വീണ്ടും അടുത്ത റൂട്ട് എങ്ങോട്ട് പോകും? ദുബായിലേക്ക്. അപ്പോൾ ഇത് എവിടെ നിന്ന് മനസ്സിലായി? മുകളിലത്തെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നിന്ന് അത് പിടികിട്ടിയല്ലോ. മുംബൈ ടു ബസ്ര ജനറൽ കാർഗോ ലോഡ് ചെയ്യുന്നുണ്ട്, ബസ്ര ടു ദുബായ് ഫെർട്ടിലൈസേഴ്സ് ലോഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് നമുക്ക് ഇതുവരെയുള്ള പ്രോബ്ലത്തിൽ നിന്ന്, ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് ക്ലിയർ ആണ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ബാക്കി നോക്കുക. അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്ന ബാക്കി ഡീറ്റെയിൽസ് എന്താ? റിപ്പേഴ്സ് ആൻഡ് റിന്യൂവൽസ് ആണ് ഇനി പറയുന്നത്. റിപ്പേഴ്സ് ആൻഡ് റിന്യൂവൽസ് എക്സ്പെൻസ് എത്ര വന്നു? മുംബൈയിലൊരു 40,000, ബസ്രയിലൊരു 18,000, ടോട്ടൽ 58,000 ആണ് റിപ്പേഴ്സ് ആൻഡ് റിന്യൂവൽസ് വരുന്നത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് എന്ത് ചെയ്യേണ്ട, കൺസേൺ ആവേണ്ട. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ അവർ പറയുന്ന സമയത്ത് മാത്രം എന്തെങ്കിലും കൺസ്യൂംഡ് എന്നോ അല്ലെങ്കിൽ ഓപ്പണിങ്ങോ ക്ലോസിങ്ങോ അങ്ങനെയുള്ള ഡീറ്റെയിൽ പറയുമ്പോൾ മാത്രം അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്ത് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഇവിടെ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? റിപ്പേഴ്സ് ആൻഡ് റിന്യൂവൽസ് പറഞ്ഞു, അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്താ? സ്റ്റോഴ്സ്, സപ്ലൈസ് ആൻഡ് പ്രൊവിഷൻസ്. സ്റ്റോഴ്സിൻ്റെ എമൗണ്ട്, സപ്ലൈസ് ആൻഡ് പ്രൊവിഷൻസ് ടോട്ടൽ എമൗണ്ട് എത്ര? മുംബൈയിൽ ഇത്ര, ബസ്രയിൽ ആൻഡ് അറ്റ് ദുബായ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ? കൂട്ടത്തിലൊരു കാര്യം കൂടെ ലാസ്റ്റ് പറയുന്നുണ്ട്. മുംബൈ, ബസ്ര, ദുബായ് എന്ന് പറഞ്ഞ് തന്നാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 3 കൂടെ ടോട്ടൽ ചെയ്ത് നമ്മൾ എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. എന്നാൽ ഇവിടെ സെപ്പറേറ്റ് ഓരോ ഇതിൻ്റെയും പറഞ്ഞതിന് ശേഷം ഔട്ട് ഓഫ് വിച്ച് 40,000 വാസ് ഇൻ സ്റ്റോക്ക് അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് വോയേജ്. ഈ ഒരു വോയേജ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ ഒരു 40,000 ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയാണോ സ്റ്റോഴ്സ്, സപ്ലൈസ് ആൻഡ് പ്രൊവിഷൻ പല പോർട്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടും പർച്ചേസായിട്ടും ഒക്കെ ഇരിക്കുന്നത്, അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കൺസംഷനും കഴിഞ്ഞ് ക്ലോസ് സ്റ്റോക്കായിട്ട് ഒരു 40,000 ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് 40,000 ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്ര നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാത്ത അത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചാലല്ലേ ശരിക്കും ആക്ച്വലി എത്ര കൺസ്യൂം ചെയ്തു, ഈ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്ര ഉപയോഗിച്ചു, അത് ആ ഒരു കോസ്റ്റ് മാത്രം റെക്കോർഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ സ്റ്റോഴ്സിനൊക്കെ കേസ് സ്റ്റോഴ്സ് കൺസ്യൂംഡ് ആണ് വേണ്ടത്. സ്റ്റോഴ്സ് കൺസ്യൂംഡ് കാണാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, പർച്ചേസ് പറയുന്നുണ്ടെങ്കിൽ, ക്ലോസ് സ്റ്റോക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫോർമാറ്റ്, നമ്മൾ ആ ഒരു ഇക്വേഷനൊക്കെ നേരത്തെ ഓൾറെഡി പറഞ്ഞാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുന്നു, പർച്ചേസിൻ്റെ ആഡ് ചെയ്തതിന് ശേഷം ലെസ് എന്ത് ചെയ്യുക? ക്ലോസ് സ്റ്റോക്ക് എത്രയാണോ ക്ലോസ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് എന്നൊന്നും സെപ്പറേറ്റ് തരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് എന്നുള്ള ഒറ്റ ഐറ്റമായിട്ട് അങ്ങ് എടുക്കുക. പല പോർട്ടിൻ്റേത് ജസ്റ്റ് ലാസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ക്ലോസ് സ്റ്റോക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. ആ ക്ലോസ് സ്റ്റോക്കിനെ എന്തായിട്ടും എടുത്തു, കോമൺ ആയിട്ടുള്ള
ടോട്ടലായിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് എടുത്തു. അപ്പോൾ മുംബൈയിൽ 1,40,000 ഉണ്ട്, ബസ്രയിൽ 1,60,000 ഉണ്ട്, ദുബായിൽ 90,000 ഉണ്ട് മൊത്തത്തിൽ സ്റ്റോഴ്സ്. ടോട്ടൽ എത്ര സ്റ്റോഴ്സ് വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 3,90,000 വരും. 3,90,000 നിന്ന് മൊത്തത്തിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആകെ കൂടെ ഇനി ബാക്കി ഉപയോഗിക്കാതെ ബാക്കി എത്ര ഇരിപ്പുണ്ട്? 40,000 ഇരിപ്പുണ്ട്. 3,90,000 നിന്ന് 40,000 മൈനസ് ചെയ്യുക. ബാക്കി എത്ര വരും? 3,50,000 ആണ് നമ്മൾ കൺസ്യൂം ചെയ്ത സ്റ്റോക്ക്. അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും? എൻ്റെ ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്താൽ മതിയാകും. എന്നാൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ഒരു 3,50,000 മാത്രം നമ്മൾ കൊണ്ടുവന്ന് ഡെബിറ്റ് സൈഡിലോട്ട് എൻ്റർ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന 3,90,000 ഡെബിറ്റിൽ എൻ്റർ ചെയ്യുന്നു. 3,90,000 സ്റ്റോഴ്സ്, സപ്ലൈസ് ആൻഡ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ 3,90,000 ഡെബിറ്റിൽ തന്നെ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്കായിട്ടുള്ള 40,000 3,90,000 നിന്ന് കുറയ്ക്കാതെ ക്രെഡിറ്റ് സൈഡിൽ 40,000 ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്രയുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതിൻ്റെ ആവശ്യം ഇൻ എഫക്റ്റിൽ ആഫ്റ്റർ എഫക്റ്റ് സെയിം ആണ്. 3,90,000 നിന്ന് തന്നെ 40,000 കുറച്ച് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് കൺസ്യൂംഡ് എത്രയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് നല്ലതും. ഇനി ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത് 3,90,000 ഡെബിറ്റിലും 40,000 ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റിലും കാണിച്ചിരിക്കുന്നത്. ഈ ഒരു രീതി കാണിച്ചാലും എഫക്റ്റ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റോ ബാക്കി കാര്യങ്ങളെ ഒന്നും അത് അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ രണ്ട് രീതിയിലും കാണിക്കാം. അതിൽ നമ്മൾ നോർമലി പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്തപോലെ കാണിക്കുവാണെങ്കിൽ 3,90,000 നിന്ന് തന്നെ ഈ ഒരു 40,000 ലെസ് ചെയ്ത് ബാക്കി 3,90,000 പകരം 3,50,000 മാത്രം ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്താലും മതി എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ബാക്കി നോക്കാം. സ്റ്റോഴ്സ്, സപ്ലൈസ് ആൻഡ് പ്രൊവിഷൻസ് നമ്മൾ പറഞ്ഞു. ആ ഒരു പേജിലുള്ള ഫുൾ ഡീറ്റെയിലും പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് കൺസംഷൻ ഓഫ് ബങ്കേഴ്സ് ആണ്. ബങ്കർ കോസ്റ്റ്, അതായത് ഈ ഫ്യൂവൽ, ഓയിൽ, ഫ്രഷ് വാട്ടർ, ഡീസൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വോയേജുമായിട്ട് ബന്ധപ്പെട്ട എത്ര എക്സ്പെൻസ് ഉണ്ടായി എന്ന് പറയുന്നതാണ് കൺസംഷൻ ഓഫ് ബങ്കേഴ്സ്, ബങ്കർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും. ഫ്യൂവൽ ഓയിൽ 6 ടൺസ് എ ഡേ, ഒരു ദിവസം 6 ടൺസ് ഫ്യൂവൽ ഓയിൽ യൂസ് ചെയ്തു. അടുത്തതോ ഡീസൽ 2 ടൺസ് പെർ ഡേ, ഒരു ദിവസം 2 ടണ്ണ് ഡീസൽ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഫ്രഷ് വാട്ടർ 25 ടൺസ് ഇൻ എ ഡേ. കൂടെ ഒരു കാര്യം കൂടെ പറയാണ്, വൈൽ ദ വെസൽ ഈസ് ഇൻ പോർട്ട്. വെസൽ പോർട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ അല്ലേ, പോർട്ടുകളിൽ കൊണ്ട് എന്താണ് സെയിലിംഗ് നടക്കാതെ നമ്മൾ കൊണ്ട് നിർത്തിയിടുന്ന ഒരു സമയത്ത് വെസൽ സ്റ്റേ ഇൻ പോർട്ടാണെങ്കിൽ ആ ഒരു സമയത്താണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഫ്യൂവലും ഡീസലും ഫ്രഷ് വാട്ടറും ഒക്കെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ടൺസ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താ അപ്പോൾ പറയാനുള്ളത്? ഇനി സെയിലിംഗ് നടക്കുന്ന സമയത്ത് വൈൽ ദ വെസൽ ഷിപ്പ് വാസ് ഓൺ സെയിലിംഗ്, അപ്പോൾ സെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ അവിടുത്തെ കൺസംഷൻ ബങ്കർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന കൺസംഷൻ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഫ്യൂവൽ എത്ര ഉപയോഗിക്കുന്നു അതാണ് ബാക്കി പറയുന്നത്. ആൻഡ് ഫ്യൂവൽ ഓയിൽ 15 ടൺസ് എ ഡേ, ഡീസൽ 2 ടൺസ് എ ഡേ ആൻഡ് ഫ്രഷ് വാട്ടർ 25 ടൺസ് എ ഡേ വൈൽ സെയിലിംഗ്. അതായത് ബങ്കർ കോസ്റ്റ് നമുക്ക് 2 രീതിയിൽ ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരും. 2 ഹെഡിലായിട്ട് തന്നെ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഒന്ന് അറ്റ് പോർട്ട്, സ്റ്റേ അറ്റ് പോർട്ട് എന്നുള്ള രീതിയിലും, പോർട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ എങ്ങനെ അത് സ്പെൻഡ് ചെയ്യുന്നു, എത്ര ടണ്ണ് യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഫ്യൂവൽ, ഡീസൽ, ഫ്രഷ് വാട്ടർ എത്രയാണ് ഉപയോഗിക്കുന്നത്, എത്ര ടൺ ഉപയോഗിക്കുന്നു, അതിൻ്റെ ഓരോന്നിൻ്റെയും പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണെന്നുള്ള രീതി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇനി അതേപോലെ സ്റ്റേ ചെയ്യുന്നത് പോലെ തന്നെ വീണ്ടും വേറെ എന്തുകൂടെ കാണണം? സെയിലിംഗ് ഡേയ്സിലേത് സെപ്പറേറ്റ് കാണണം. ഇനി ലാസ്റ്റ് എന്തുകൂടെ തന്നിട്ടുണ്ട്? അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണെന്നൂടെ തരണമല്ലോ. അപ്പോൾ അതാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഫ്യൂവൽ ഓയിൽ, ഡീസൽ ആൻഡ് ഫ്രഷ് വാട്ടർ കോസ്റ്റ് ₹1,200, 2,500 ആൻഡ് ₹50 പെർ ടൺ റെസ്പെക്റ്റീവ്ലി. അതായത് ഫ്യൂവൽ ഓയിലിന് പെർ യൂണിറ്റ് കോസ്റ്റ് 1,200 ആണ്, ഡീസലിന് 2,500 ആണ്, ഫ്രഷ് വാട്ടറിന് ₹50 പെർ ടൺ ആണ് കോസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബങ്കർ കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എന്നാൽ ഒരു വർക്കിംഗ് നോട്ട് എഴുതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകാവുന്നതായിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇതെങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ക്വസ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടായിട്ട് അവർ വർക്കിംഗ് നോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഫോളോ ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ സിമ്പിളായിട്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്നൂടെ ഈ ഒരു കൂട്ടത്തിൽ നമ്മളൊന്ന് നോക്കി പോവാണ്.
നമ്മളിവിടെ ഇത്ര നേരം വായിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഇവിടോട്ടൊന്ന് എഴുതിയേ ഉള്ളൂ. വർക്കിംഗ് നോട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന എന്തുമായിട്ട് റിലേറ്റഡാണ്? ബങ്കർ കോസ്റ്റിൻ്റെ മാത്രം വർക്കിംഗ് നോട്ടാണ്. അപ്പം നമ്മളിവിടെ പറയുന്ന കോസ്റ്റ് ഓഫ് കൺസംഷൻ ഓഫ് ബങ്കർ കോസ്റ്റ് പെർ ഡേ ആണ്. ഒരു ദിവസത്തേതാണ് ആദ്യം കാണുന്നത് ഓൺ സെയിലിംഗ് ഡേയ്സ്. അപ്പോൾ സെയിലിംഗ് ഡേയ്സിലേത് സെപ്പറേറ്റ് കാണണം, സ്റ്റേ അറ്റ് പോർട്ടിലേത് സെപ്പറേറ്റ് കാണണം. ഫ്യൂവൽ, ഡീസൽ, ഫ്രഷ് വാട്ടർ 3 ഐറ്റം ഉണ്ട്. അതിൽ പെർ ടൺ ഓരോ സെയിലിംഗ് ഡേയ്സിൽ എത്ര ടൺ വെച്ച് ഉപയോഗിക്കുന്നു, സ്റ്റേ അറ്റ് പോർട്ടിലാകുമ്പോൾ എത്ര വെച്ച് യൂസ് ചെയ്യുന്നു എന്നുള്ളത് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്ന അനുസരിച്ച് എടുത്തിരിക്കുന്നു. പെർ ടണ്ണിന് ഫ്യൂവലിന് 1200 അത് 2 കേസിലും. സ്റ്റേ അറ്റ് പോർട്ടാണെങ്കിലും സെയിലിംഗ് ഡേയ്സ് ആണെങ്കിലും എല്ലാം ഒരുപോലെയാണല്ലോ. പെർ യൂണിറ്റ് കോസ്റ്റ് 2500 ഡീസലിൻ്റെ പ്രൈസ്, അത് എഴുതുന്നു. ഫ്രഷ് വാട്ടറിനേത് 50 അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്തിടുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് സെയിലിംഗ് ഡേയ്സിൽ ഒരു ദിവസം 24,250 റുപ്പീസാണ് എക്സ്പെൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ സെയിലിംഗ് ഡേയ്സ് എത്രയാണെന്നുള്ള ഡീറ്റെയിൽ ഇതുവരെ വായിച്ചതിൽ നിന്ന് നമുക്ക് അറിയത്തില്ല. ജസ്റ്റ് എന്താണ് ഫസ്റ്റ് മാർച്ചിൽ ജേർണി സ്റ്റാർട്ട് ചെയ്തു എന്നല്ലേ ഇവിടെ വരെ പറഞ്ഞുള്ളൂ. ഇനി എന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു, എത്ര നാളാണ് നമ്മുടെ ജേർണി എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൽ എത്ര സെയിലിംഗ് ഡേയ്സ് ഉണ്ടെന്നും എത്ര പോർട്ടിൽ സ്റ്റേ ചെയ്തു എന്നൊക്കെയുള്ള ഡീറ്റെയിൽ അറിയുമ്പോഴാണ് ഇതിൻ്റെ ബാക്കി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിക്കുമ്പോഴേ നമുക്ക് മൊത്തത്തിലൊരു കംപ്ലീഷൻ ആ ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അറിയാവുന്നത്. ഇതുവരെ ഡിസ്കസ് ചെയ്തതിനെ മാത്രം ബേസ് ചെയ്ത് പെർ ഡേ ബങ്കർ കോസ്റ്റ് സെയിലിംഗ് ഡേയ്സിലേതും കാണാൻ പറ്റും, പെർ ഡേ ബങ്കർ കോസ്റ്റ് സ്റ്റേ അറ്റ് പോർട്ടിൻ്റെ കേസിലും കാണാനായിട്ട് പറ്റും. ഇത്രയും നമ്മൾ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് വർക്കിംഗ് നോട്ടായിട്ട് ഇതുവരെ വായിച്ചതിനെ മാത്രം ബേസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അതാണ് ഇവിടെ ഫസ്റ്റ് ബങ്കർ കൺസംഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ തന്നത് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇത് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൺസംഷൻ ഓഫ് ബങ്കർ കോസ്റ്റ് സ്റ്റേ അറ്റ് പോർട്ടിൻ്റെ കേസിൽ നമ്മൾ പറയണം, സ്റ്റേ അറ്റ് പോർട്ടിൻ്റെ കേസിൽ സെപ്പറേറ്റ് ആയിട്ട്, സെയിലിംഗ് ഡേയ്സിൻ്റെ കേസിലും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഐഡിയ ഒരു വർക്കിംഗ് നോട്ട് എഴുതിയിടുക. ബാക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഡേയ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ പെർ ഡേയുടെ കോസ്റ്റ് മാത്രമാണ് കണ്ടുപിടിച്ചത്. ഇനി അടുത്ത എന്താണ് പറയുന്നത്, സ്റ്റീവ് ഡോറിങ് ചാർജസ്. ഇവിടെയും ഇതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അടുത്ത സ്റ്റീവ് ഡോറിങ് ചാർജസ് വരുന്നത്. എന്താ സ്റ്റീവ് ഡോറിങ് ചാർജസ്? ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് അല്ലേ. ഇപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ അല്ലെ അൺലോഡ് ചെയ്യുമ്പം ഉണ്ടാകുന്ന കോസ്റ്റ് എത്ര വരുന്നുണ്ട് ഓരോ പോർട്ടിലും അതിൻ്റെ റേറ്റ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ് സ്റ്റീവ് ഡോറിങ് ചാർജസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത് നോക്കാം. അറ്റ് മുംബൈ ₹20 പെർ ടൺ. മുംബൈയിൽ 20 രൂപയാണ് പെർ ടണ്ണിന് 20 റുപ്പീസാണ് മുംബൈയിൽ ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിന് വേണ്ടി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അറ്റ് ബസ്രയിൽ ചെല്ലുമ്പോഴോ ₹15 പെർ ടൺ ഫോർ ലോഡിങ് ആൻഡ് ₹20 പെർ ടൺ ഫോർ ഡിസ്ചാർജിങ്. അതായത് ബസ്രയിൽ ചെല്ലുമ്പോഴോ ലോഡിങ്ങിന് ഒരു റേറ്റും അൺലോഡിങ്ങിന് വേറൊരു റേറ്റുമാണ് അല്ലേ. ലോഡിങ്ങിന് 15 രൂപ 15 പെർ ടൺ ആണെങ്കിൽ ഡിസ്ചാർജിങ്ങിന് അല്ലെ അൺലോഡിങ്ങിന് ₹20 പെർ ടണ്ണാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. ലാസ്റ്റ് ദുബായ് ചെല്ലുമ്പോഴോ ₹12 പെർ ടൺ ഫോർ ലോഡ് ഓർ ഡിസ്ചാർജ്. അപ്പോൾ ലോഡിങ്ങിനും അൺലോഡിങ്ങിനും ദുബായിൽ കോമൺ ആയിട്ട് ഒരു ₹12 ആണ് ചാർജ് ചെയ്യുന്നത്. മുംബൈയിലും ഒരു കോമൺ ആയിട്ട് ഒരു ₹20 ആണ്. എന്നാൽ ബസ്രയിൽ 2 റേറ്റ് ഉണ്ട്, ലോഡിങ്ങിന് ഒരു റേറ്റും അൺലോഡിങ്ങിന് മറ്റൊരു റേറ്റ്. അപ്പോൾ ഇത്രയും നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്റ്റീവ് ഡോറിങ് ചാർജസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്റ്റീവ് ഡോറിങ് ചാർജസ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി മുംബൈ ടു ബസ്ര ടു ദുബായ് എത്രയാണ് ലോഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതിവിടെ ആവശ്യമുണ്ട്. മുംബൈ ടു ബസ്ര എത്രയാണ് പെർ ടണ്ണിന്, ഫ്ലൈറ്റ് ചാർജസ് മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. ബസ്ര ടു ദുബായും ഫ്ലൈറ്റ് ചാർജസ് പെർ ടണ്ണിന് എത്രയാണെന്നേ പറഞ്ഞുള്ളൂ. ലോഡ് ചെയ്യുന്ന യൂണിറ്റ് എത്രയാണ്, അതിൻ്റെ എത്ര ടണ്ണാണ്, എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് ആവശ്യമാണ്. അതും കൂടെ വായിച്ചതിന് ശേഷം സ്റ്റീവ് ഡോറിങ് ചാർജസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാം. താഴോട്ടാണ് കാര്യങ്ങൾ ബാക്കി കിടക്കുന്നത്. അതുകൊണ്ടാണ് നെക്സ്റ്റ് ക്യാപ്റ്റൻസ് എക്സ്പെൻസസ്. എന്താ ഇനി ക്യാപ്റ്റൻ എക്സ്പെൻസ് എന്ന് പറയുന്ന സാധനം? എന്തായാലും വോയേജ് അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് ആണല്ലോ. ക്യാപ്റ്റനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ബാക്കി എക്സ്പെൻസുകളാണ്. ബസ്രയിൽ ഇത്ര, ദുബായിൽ 20,000, ബസ്രയിൽ 16,000, ടോട്ടൽ 36,000 എന്ത് ചെയ്താൽ മതി, ഡെബിറ്റ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ബാക്കി എക്സ്പെൻസുകളെല്ലാം ടോട്ടൽ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്ത പോർട്ട് ചാർജസും അതുപോലെ. മുംബൈയിൽ എത്രയാണ് 60,000, ബസ്രയിൽ 70,000, ദുബായിൽ 54,000 എന്ത് ചെയ്താൽ മതി, പോർട്ട് ചാർജസ് ആണ്. ടോട്ടൽ ചെയ്യുക 1,84,000 കിട്ടും. ജസ്റ്റ് ഡെബിറ്റ് ചെയ്താൽ മാത്രം മതി. അടുത്ത ഐറ്റം, ദ വെസൽ ലോഡഡ് ദ ഫോളോയിങ് കാർഗോ. അപ്പോൾ നമ്മുടെ മെയിൻ കീ പോയിൻ്റ് ഇതാ ഇവിടെ കിടക്കുവാണ്, ലാസ്റ്റിലായിട്ട് പറഞ്ഞതാണ്. വെസലിലോട്ടെ ഷിപ്പിലോട്ട് ലോഡ് ചെയ്ത കാർഗോയുടെ യൂണിറ്റ്സ് എത്രയാ, ടൺ എത്രയാ എന്നുള്ള ഡീറ്റെയിൽ ഇവിടെയാണ് തന്നിരിക്കുന്നത് അല്ലേ. അറ്റ് മുംബൈ നമ്മൾ അറിയാം, നമുക്ക് മുംബൈ ടു ബസ്ര ടു ദുബായിലാണ് നമ്മുടെ ഈ ഒരു ജേർണി, ഈ ഒരു വോയേജ് നടക്കുന്നത്. അപ്പോൾ മുംബൈയിൽ നിന്ന് ഒരു ജനറൽ കാർഗോ കയറ്റി വിട്ടെന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് അറിയാമായിരുന്നു. അതിന് പെർ ടണ്ണിന് 500 ഫ്ലൈറ്റ് ചാർജ് എന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ
എത്രയാണ് കയറ്റി വിട്ടതെന്നുള്ള ഒരു ഐഡിയ ഇതുവരെ ഇല്ലായിരുന്നു. അതിവിടെയാണ് ഡീറ്റെയിൽ കൊടുക്കുന്നത്. മുംബൈയിൽ നിന്ന് ജനറൽ കാർഗോ ലോഡ് ചെയ്തത് എത്ര ടണ്ണാണ്? 8000 ടൺസ് അല്ലേ. ഈ 8000 ടൺസ് മുംബൈയിൽ നിന്ന് ജനറൽ കാർഗോ ലോഡ് ചെയ്തതിൽ 6000 ടൺ എവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്? 6000 ടൺസ് വെയർ ടു ബി ഡിസ്ചാർജ്ഡ് അറ്റ് ബസ്ര. ഈ 8000 ടൺസ് മുംബൈയിൽ ജനറൽ കാർഗോ ലോഡ് ചെയ്തെങ്കിൽ ആ 8000 ടൺസ് ജനറൽ കാർഗോയിൽ നിന്ന് 6000 ടൺസ് 6000 ടൺസ് നമ്മൾ എന്ത് ചെയ്തു? ബസ്രയിൽ കൊണ്ട് ഡിസ്ചാർജ് ചെയ്തു, ബസ്രയിൽ അൺലോഡ് ചെയ്തു. ആൻഡ് ദ റെസ്റ്റ് അറ്റ് ദുബായ്. അതിൻ്റെ ബാക്കി കൊണ്ട് എവിടെ കൊണ്ടിറക്കി? ദുബായിലും ഇറക്കി. അപ്പോൾ നമുക്കിവിടെ റൂട്ട് നമുക്കൊന്നും കൂടെ നമ്മുടെ മനസ്സിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എപ്പോഴും ഓർത്തിരിക്കുക. മുംബൈ ടു ബസ്ര, ബസ്ര ടു ദുബായ്, ബസ്ര ടു ദുബായ് ആണ്. അപ്പോൾ മുംബൈയിൽ നിന്ന് ബസ്രയിലേക്ക് ഒരു ജനറൽ കാർഗോ എത്ര കയറ്റി വിട്ടു? 6000 ടൺസ് കയറ്റി വിട്ടെങ്കിൽ ആ 8000 ടൺസ് കയറ്റി വിട്ടെങ്കിൽ അതിൽ 6000 മാത്രമേ ബസ്രയിൽ അൺലോഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി 2000 എന്ത് ചെയ്യുവാണ്? ദുബായിൽ കൊണ്ട് അൺലോഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയുന്നത് എന്താ? The freight from Mumbai to Dubai was fixed at 600 per ton net. അപ്പോൾ ലാസ്റ്റ് ആ ഒരു കാര്യം കൂടെ പറയണം. മുംബൈ അതിൻ്റെ ഫ്ലൈറ്റ് ചാർജസ് പറഞ്ഞിട്ടില്ലായിരുന്നു. ഫ്ലൈറ്റ് ചാർജസ് മോളിൽ പറഞ്ഞത് മുംബൈ ടു ബസ്രയിലേക്കുള്ളതും ബസ്ര ടു ദുബായ് മാത്രമാണ്. ഇവിടെ പറയുന്നത് മുംബൈ ടു ദുബായിലേക്ക് ലോഡിങ് അൺലോഡിങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കാർഗോ കയറ്റി അയക്കുമ്പോൾ എത്രയാണ് അവർ ഫ്ലൈറ്റ് ചാർജ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഇവിടെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മോളിൽ മുംബൈ ടു ബസ്ര തന്നിട്ടുണ്ട്. ബസ്ര ടു ദുബായ് എത്രയാണ് പെർ ടണ്ണിന്? മോളിൽ 500 എന്നും 240 നോക്കി ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ മുംബൈ ടു ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് ചാർജ് എത്രയാണ് ചാർജ് ചെയ്യുന്നത്? ₹600 പെർ ടൺ നെറ്റ്. 600 റുപ്പീസാണ് പെർ ടണ്ണിന് ചാർജ് ചെയ്യുന്നത്. അതിവിടെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യനിൽ പല കാര്യങ്ങളും പല സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. അതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് ഒരുമിച്ചാക്കിയെങ്കിൽ അല്ലെ ഒരു ഐഡിയ മൊത്തത്തിൽ ക്വസ്റ്റിനെ പറ്റി ഓവറോൾ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ഒന്ന് വേണ്ട രീതിയിൽ പെട്ടെന്ന് ചെയ്തു പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് കേട്ടോ. അറ്റ് ബസ്ര ഫെർട്ടിലൈസർ ഫോർ ഡിസ്ചാർജ് അറ്റ് ദുബായ് 6000 ടൺസ്. ഇനി വീണ്ടും ബാക്കി കാര്യം പറയുകയാണ്. ബസ്രയിൽ നിന്ന് വീണ്ടും ലോഡ് ചെയ്തത് നമ്മളിവിടെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്താണ് വെസലിൽ ലോഡ് ചെയ്തതെന്നുള്ള ഡീറ്റെയിലാണ് പറയുന്നത് അല്ലേ. എൻ്റെ ഇടയ്ക്ക് നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷനായിട്ട് നേരത്തെ പറയാത്ത ഒരു ഫ്ലൈറ്റ് ചാർജ് പറഞ്ഞു. ₹600 മുംബൈ ടു ദുബായിലേക്ക് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വീണ്ടും വെസലിൽ ലോഡ് ചെയ്ത ഡീറ്റെയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുവാണ്. അറ്റ് ബസ്രയിൽ നിന്ന് എന്താ ലോഡ് ചെയ്തത്? ഫെർട്ടിലൈസർ അല്ലേ. നമുക്കറിയാമായിരുന്നു ബസ്ര ടു ദുബായ് ഇവിടെ ഫെർട്ടിലൈസറാണ് ലോഡ് ചെയ്തതെന്നും മേളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാര്യം തന്നെ ബസ്രയിൽ നിന്ന് ലോഡ് ചെയ്ത ബസ്ര ടു ദുബായ് ലോഡ് ചെയ്ത ഫെർട്ടിലൈസർ ദുബായിൽ ഡിസ്ചാർജ് ചെയ്തത് എത്ര ടൺസാണ്? അങ്ങനെ ബസ്ര ടു ദുബായിലേക്ക് ലോഡ് ചെയ്ത് ദുബായിൽ ഡിസ്ചാർജ് ചെയ്തത് 6000 ടൺസാണ്. അപ്പോൾ ക്വാണ്ടിറ്റി എല്ലാം കിട്ടിയല്ലോ. മുംബൈ ടു ദുബായിലേക്കും മുംബൈ ടു ബസ്രയിലേക്കും മൊത്തത്തിൽ എത്ര പോയിട്ടുണ്ട്? 8000 ടൺസ് മുംബൈയിൽ നിന്ന് കയറ്റി വിട്ടു. ബസ്രയിൽ നിന്ന് ദുബായിലേക്ക് മാത്രമായിട്ട് 6000 ടൺസും ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും ടൺസ് ലോഡ് ചെയ്തു എന്ന് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മൾ മോളിൽ പറഞ്ഞ ഈ സ്റ്റീവഡോറിങ് ചാർജസ് ലോഡ് ചെയ്ത അൺലോഡ് ചെയ്ത ക്വാണ്ടിറ്റി അറിയാമെങ്കിലല്ലേ ഈ പറയുന്ന പെർ ടണ്ണിനനുസരിച്ച് ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് സ്റ്റീവഡോറിങ് ചാർജസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ് വളരെ കീ ആയിട്ടുള്ള പോയിൻ്റാണ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു റൂട്ട് അനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? അപ്പോൾ സ്റ്റീവഡോറിങ് ചാർജസ് എങ്ങനെ കാണാമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിന് ക്വസ്റ്റ്യൻ മൊത്തം ഡിസ്കസ് ചെയ്തതിന് ശേഷം ദ വെസൽ കംപ്ലീറ്റഡ് ദ വോയേജ് ഓൺ 13 ഏപ്രിൽ 2020. അപ്പോൾ വീണ്ടും നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? വെസൽ കംപ്ലീറ്റ് ചെയ്തു, വോയേജ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. എന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് 1 മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. മാർച്ച് 1-ാം തീയതി തുടങ്ങി ഏപ്രിൽ 30-ന് വോയേജ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ എത്ര നാൾ നടന്നു? ഫസ്റ്റ് മാർച്ച് മുതൽ 13 ഏപ്രിൽ വരെ. മന്ത്ലി പറഞ്ഞാൽ 2 മാസത്തേനുള്ള വോയേജാണ്. മാർച്ച് ഫുള്ള്, ഏപ്രിൽ ഫുള്ള്. ഇനി ഡേയ്സ് നമുക്കിവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇവിടെ എത്ര ഡേയ്സ് ആണ് പോർട്ടിൽ സ്റ്റേ ചെയ്തത്, സെയിലിംഗ് ഡേയ്സ് എന്നൊക്കെ ഉള്ളതിനെ ബേസ് ചെയ്ത് നമുക്കിവിടെ ഒരു ബങ്കർ കോസ്റ്റ് കാണാനുള്ളത് കൊണ്ട് നമുക്കിവിടെ ഡേയ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് 1 മാർച്ച് തൊട്ട് 13 ഏപ്രിൽ വരെ എന്ന് പറഞ്ഞാൽ എത്ര ഡേയ്സ് വരും? മാർച്ച് ഫുള്ള് അല്ലേ. മാർച്ച് ഫുള്ള് എത്രയാണ് ഡേയ്സ്? 31 ഡേയ്സ്. മാർച്ചിൽ 31 ദിവസം. ഏപ്രിലിൽ 30 ആയപ്പം ജേർണി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഏപ്രിലിൽ 30 ദിവസം. അപ്പം മൊത്തം 61 ഡേയ്സ്. 2 മാസം ഫുള്ള് 61 ഡേയ്സാണ് ഇവിടെ ഉള്ളത്. ഈ 61 ഡേയ്സിലേക്കുള്ള വോയേജുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എന്താ തന്നിരിക്കുന്ന ഹിൻ്റ് എന്നൂടെ നോക്കാം.
The vessel completed the voyage on 13th April 2020. Number of sailing days as per ship's log came to 16. ഷിപ്പിൻ്റെ ലോഗ് അനുസരിച്ച് നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടുത്തെ സെയിലിംഗ് ഡേയ്സ്, അതായത് യാത്ര നടന്നുകൊണ്ടിരുന്ന സമയം എന്ന് പറയുന്നത് 16 ദിവസമാണ്. അതായത് 16 ദിവസമാണ് സെയിലിംഗ് ഡേയ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നല്ലോ ടോട്ടൽ 61 ഡേയ്സ് ആണ്. മാർച്ച് 31 ഏപ്രിൽ 30 കൂടെ ചേർത്ത് മൊത്തം 61 ഡേയ്സ് ആണെങ്കിൽ ഈ 61 ഡേയ്സിൽ 16 ഡേയ്സും എന്തായിരുന്നു? സെയിലിംഗ് ഡേയ്സ് ആയിരുന്നു, സെയിൽ നടത്തിയ ഡേയ്സ് ആണ്. അപ്പോൾ ബാക്കി വരുന്ന ഈ 45 ഡേയ്സോ, ബാക്കിയുള്ള ഈ 45 ഡേയ്സ് എന്ന് പറയുന്നതാണ് സ്റ്റേ അറ്റ് പോർട്ടിൽ സ്റ്റേ ചെയ്ത സമയമാണ്. ഈ ഒരു ഡീറ്റെയിലൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോളിൽ പറഞ്ഞ ബങ്കർ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ പോയിൻറ്റും ക്ലിയർ ആയിട്ട് മനസ്സിലാണ്. സെയിലിംഗ് ഡേയ്സ് ആണ് ഇവിടെ തന്നത് 16 ദിവസം. ടോട്ടൽ എത്രയാണെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത ഡേറ്റോടെ കിട്ടിയപ്പോൾ മനസ്സിലാവും 61 ഡേയ്സ്. ബാക്കി 45 ഡേയ്സ് ഈ ഒരു ഷിപ്പ് പോർട്ടിൽ സ്റ്റേ ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ നമുക്കിവിടെ ബങ്കർ കോസ്റ്റും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. പ്രിപ്പയർ എ വോയേജ് അക്കൗണ്ട് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. മിക്കവാറും പറ്റുന്ന ഒരു കാര്യമാണ്. പലർക്കും പ്രിപ്പയർ എ വോയേജ് അക്കൗണ്ട് എന്ന് കണ്ടു ക്വസ്റ്റ്യൻ കഴിഞ്ഞു എന്ന് വിചാരിക്കും. കണ്ടില്ല, ലാസ്റ്റിൽ വീണ്ടും ഒരു പോയിന്റ് കിടക്കുകയാണ്. bearing in mind that the company has to provide towards a special survey repairs of the vessel 24 lakhs every year. എല്ലാ വർഷവും ഈ ഒരു കമ്പനി 24 ലക്ഷം രൂപ വെച്ച് 1 ഇയറിൽ സ്പെഷ്യൽ സർവേ റിപ്പയർ ഓഫ് ഷിപ്പ് എന്നും പറഞ്ഞ് കൺസ്യൂം സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ 24 ലാക്സിൻ്റെ എക്സ്പെൻസിന് ചാർജ് ചെയ്യണമല്ലോ. എന്നാൽ ഇത് 1 ഇയറിലേക്കുള്ള വോയേജാണോ? അല്ല, 2 മാസത്തേനുള്ള വോയേജാണ്. അപ്പോൾ ജസ്റ്റ് 2 മാസത്തേന് ഈ പറയുന്ന സ്പെഷ്യൽ സർവേ റിപ്പയറിൻ്റെ എമൗണ്ട് എത്ര വരുമോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 24 ലാക്സ് ഇവിടെ ഉണ്ട്. 24 ലാക്സിന് നമ്മൾ എത്ര നാളത്തേന് നമ്മുടെ ഷിപ്പിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ വോയേജ് ആകെ 2 മാസത്തേനേ ഉള്ളൂ. അതുകൊണ്ട് 24 ലാക്സ് ഇൻറ്റു 2/12 ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടും കൂടെ നമ്മുടെ സ്പെഷ്യൽ സർവേ റിപ്പയർ എന്നും പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. ഇവിടെ ചെയ്തിട്ടുണ്ട്. ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി റിപ്പയർ ചാർജസ്, റിപ്പയർസ് ആൻഡ് റിന്യൂവൽസ് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്താണ് ഇവരിവിടെ ഇട്ടേക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇൻ എഫക്റ്റ് സെയിം ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണെന്നും ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്ര സമയം എടുത്തതും അതുകൊണ്ടാണ്. എന്നാൽ ഇതിലെ ഓരോ പോയിൻറ്റ്സുകളും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യവുമാണ്. അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് വേണ്ടത്. വേണ്ട 2 കാൽക്കുലേഷനിൽ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു പെർ ഡേയുടെ കാൽക്കുലേഷൻ അനുസരിച്ച് എന്തായിരുന്നു ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ പറഞ്ഞു. കണ്ടില്ലേ, കോസ്റ്റ് ഓഫ് കൺസംഷൻ ഓഫ് ബങ്കർ കോസ്റ്റ് പെർ ഡേ ഓൺ സെയിലിംഗ് ഡേയ്സ്. അപ്പോൾ സെയിലിംഗ് ഡേയ്സ് എത്രയുണ്ടെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? 16 ദിവസം. അപ്പോൾ പെർ ഡേയ്ക്ക് ഒരു ദിവസം 24,250 ആണ് നമുക്കുണ്ടാവുന്ന സെയിലിംഗ് നടക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ ചിലവ് ബങ്കർ കോസ്റ്റ് മാത്രമായിട്ട് 24,250 രൂപയാണ് ചിലവെങ്കിൽ 16 ദിവസത്തിന് എത്ര വരും? ഇൻറ്റു 16 ചെയ്താൽ മതി അല്ലേ. അടുത്തതോ സ്റ്റേ അറ്റ് പോർട്ടിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഉണ്ടാവുന്ന എക്സ്പെൻസ് ബങ്കർ കോസ്റ്റ് എത്രയാണെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് 13,450 ആണ്, 13,450 എന്ന്. അത് ഒരു ദിവസത്തെ കാര്യമാണ്. 45 ദിവസത്തേത് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇൻറ്റു 45 ചെയ്താൽ ടോട്ടൽ ബങ്കർ കോസ്റ്റ് സ്റ്റേ അറ്റ് പോർട്ടിലെ കിട്ടും. അങ്ങനെ ടോട്ടൽ സ്റ്റേ അറ്റ് പോർട്ടിലെയും സെയിലിംഗ് ഡേയ്സിലെയും കണ്ടുപിടിച്ച് ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്താലേ നമ്മുടെ ടോട്ടൽ ബങ്കർ കോസ്റ്റ് എന്നും പറഞ്ഞ ഈ ഒരു വോയേജിൻ്റേത് എമൗണ്ട് എൻട്രി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ബങ്കർ കോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷനാണ്. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്കിവിടെ ഒരു സ്റ്റീഡോറിങ് ചാർജസും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനൂടെ നിങ്ങളുടെ മനസ്സിലിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്റ്റീഡോറിങ് ചാർജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ പാട്ടൊന്ന് എഴുതി വെക്കുകയോ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് സ്റ്റീഡോറിങ് ചാർജസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. സ്റ്റീഡോറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് അല്ലേ. അപ്പോൾ ലോഡിങ് ആൻഡ് അൺലോഡിങ് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് റൂട്ട് മനസ്സിലാവണം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത്? മുംബൈ ടു ബസ്ര, ബസ്ര ടു ദുബായ്. അത് ക്ലിയർ ആണല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ വായിച്ചപ്പോൾ ഇത്രയും ഫുള്ള് ഡിസ്കസ് ചെയ്തപ്പോൾ മുംബൈയിൽ നിന്ന് ബസ്രയിലേക്കും ബസ്രയിൽ നിന്ന് ദുബായിലേക്കുമാണ് ഈ ഒരു പർട്ടിക്കുലർ വോയേജ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനി ആദ്യം നമ്മൾ പറയുന്നത് ലോഡിംഗ് എന്നും അൺലോഡിംഗ് എന്നും 2 പർട്ടിക്കുലർ കോളം കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പർട്ടിക്കുലറിൽ തന്നെ മുംബൈ ടു ബസ്ര ജനറൽ കാർഗോ ലോഡ് ചെയ്തു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ആ ലോഡ് ചെയ്ത് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്കും പറയുന്നുണ്ട്. മുംബൈയിൽ നിന്ന് ജനറൽ കാർഗോ ലോഡ് ചെയ്തത് 8,000 ടൺസാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. ആ 8,000 ടൺസ് മുംബൈയിലാണ് അപ്പോൾ ലോഡ് ചെയ്തത് അല്ലേ. അപ്പോൾ മുംബൈയിലെ ലോഡിങ് ചെയ്തിരിക്കുന്ന ടൺസ് എത്രയാണ്? 8,000 ടൺസ്. ഈ ലോഡ് ചെയ്ത 8,000 ടൺസിൽ
6000 ടണ്ണ് എന്ത് ചെയ്തു? ബസ്രയിൽ അൺലോഡ് ചെയ്തു. അപ്പോൾ ഈ 8000-ൽ നിന്നും 6000 എവിടെ കൊണ്ട് അൺലോഡ് ചെയ്തു? അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 6000 ടൺസ് ജനറൽ കാർഗോ എന്നുള്ളത് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ജനറൽ കാർഗോ എവിടെ കൊണ്ട് അൺലോഡ് ചെയ്തു? ബസ്രയിൽ അൺലോഡ് ചെയ്തു. അപ്പോൾ 8000-ൽ 6000 അല്ലേ ബസ്രയിൽ അൺലോഡ് ചെയ്തോളൂ. അതിൻ്റെ ബാക്കി 2000 എവിടെ കൊണ്ട് അൺലോഡ് ചെയ്തു? ദുബായിൽ അൺലോഡ് ചെയ്തു. ദുബായിലാണ് ബാക്കി അൺലോഡ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. മുംബൈ ടു ബസ്ര 6000 ലോഡ് ചെയ്തിട്ടുണ്ട്, ലോഡിങ് ആൻഡ് അൺലോഡിങ് നടന്നിട്ടുണ്ട്. ബാക്കി 2000 മുംബൈ ടു ദുബായിലേക്കുള്ളതുമാണ്. അപ്പോൾ ഈ സ്റ്റീവഡോറിങ് ചാർജസ് കാണുമ്പോൾ അപ്പോൾ മുംബൈയിൽ നിന്ന് എത്രയാണ് ടോട്ടൽ ലോഡ് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന ബസ്രയിലേക്ക് 6000, ദുബായിലേക്ക് 2000 ചേർത്ത് മൊത്തം 8000 ആണ്. നമ്മളോട് ഓൾറെഡി ആ ഒരു സ്റ്റീവഡോറിങ് ചാർജസിൻ്റെ ഹെഡിൽ വായിക്കുക. അറ്റ് മുംബൈ ₹20 പെർ ടൺ എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മുംബൈയിൽ ലോഡിങ്ങിനും അൺലോഡിങ്ങിനും എല്ലാം 20 രൂപയാണ്. പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, കാരണം അവിടെ മുംബൈയിൽ ലോഡിങ് മാത്രമേ നടക്കുന്നുള്ളൂ. അവിടെ 20 രൂപയെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8000 ടണ്ണ് അവിടെ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 രൂപ വെച്ച് ഒരു ടണ്ണിന് വരുമ്പോൾ എത്ര വരും എമൗണ്ട് ടോട്ടൽ? 1,60,000, 1,60,000. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഈ പറയുന്ന അതേ കാര്യം പോലെ തന്നെ താഴോട്ട് നമ്മൾ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് പറഞ്ഞിരുന്നു. ബസ്രയിൽ നിന്ന് എന്താണ് കയറ്റിവിട്ടത്? ജനറൽ കാർഗോ അല്ല, ഇനി ഫെർട്ടിലൈസറാണ് കയറ്റിവിടുന്നത്. അത് എത്ര ടണ്ണാണെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അറ്റ് ബസ്ര ഫെർട്ടിലൈസർ ഫോർ ഡിസ്ചാർജ് അറ്റ് ദുബായ്. ദുബായിൽ ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 6000 ടണ്ണ് ഫെർട്ടിലൈസറാണ് ബസ്രയിൽ നിന്ന് കയറ്റിവിട്ടത്. അപ്പോൾ ബസ്രയിൽ നിന്ന് 6000 ടണ്ണ് എങ്ങോട്ട് പോകുന്നു? ഈ പറയുന്ന ദുബായിലേക്കാണ് അൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ദുബായിലേക്കുള്ള അൺലോഡിങ്ങിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്തു? അൺലോഡിങ്ങിലും 6000 വരുന്നു. അപ്പോൾ ഈ ജസ്റ്റ് ഇത് ഡയറക്റ്റാണ്. 6000 ഇവിടെ ലോഡ് ചെയ്തു. ആ 6000 മൊത്തം ഇവിടെ കൊണ്ട് ഡിസ്ചാർജ് ചെയ്തു, ദുബായിൽ കൊണ്ട് ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ 6000 ഇവിടുന്ന് ലോഡ് ചെയ്തതിൻ്റെ കണക്ക് ബസ്രയിലും എടുക്കണം, അൺലോഡ് ചെയ്തത് ദുബായിലും എടുക്കണം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ച് എങ്ങനെയാണ് ആ മൊത്തത്തിൽ ആ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് കാണുന്നത് എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് സമ്മറി ആയിട്ട് പറയാം. അപ്പോൾ മുംബൈയിൽ ജനറൽ കാർഗോ 8000 × 20 1,60,000 വരും. അതിൽ ജനറൽ കാർഗോയിൽ 6000 ടണ്ണ് ബസ്രയിലാണ് അൺലോഡ് ചെയ്തത്. അവിടെ ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിന് എന്താണ് റേറ്റ് വ്യത്യാസമാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോഡ് ചെയ്യുന്നിടത്ത് 15,000, ലോഡിങ്ങിന് 15,000, അൺലോഡിങ്ങിന് 20. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തെറ്റിപ്പോവാതെ ഒരു കോളത്തിലോട്ട് കൊടുത്ത് നമുക്ക് ചെയ്യുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 15 ഇവിടെ 20 എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 8000-ൽ എന്ത് ചെയ്തു? 6000 ഇവിടെ ബസ്രയിൽ അൺലോഡ് ചെയ്തു. അത് 20 രൂപയ്ക്കാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 8000-ലെ ബാക്കിയുള്ള 2000 അതിവിടെയാണ്. 2000 എന്ത് ചെയ്തു? ദുബായിലാണ്. അവിടെ ദുബായിൽ അൺലോഡ് ചെയ്യുന്നതിന് 12 രൂപയാണ് പെർ ടണ്ണിന്. അപ്പോൾ 12 രൂപയ്ക്ക് എത്ര വരുമോ അത് ദുബായിയുടെ അൺലോഡിങ് ചാർജസ് ആയിട്ട് വരും. ഇനി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ മുംബൈയിൽ നിന്ന് 8000 ടൺസ് ലോഡ് ചെയ്തു. അതിൻ്റെ 6000-ൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്തു? 6000 ബസ്രയിലേക്കും ബാക്കി ദുബായിലോട്ടും പോയി. പിന്നെ ഒരു ആകെ കൂടെ നടന്ന എന്താ? ബസ്ര ടു ദുബായ് 6000-ൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതെല്ലാം ടോട്ടലി ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ 1,60,000 + 90,000 + 1,20,000. ഇവിടെ ദുബായിൽ മൊത്തത്തിൽ പറഞ്ഞാൽ മുംബൈയിൽ നിന്ന് വന്ന ഒരു 2000, ബസ്രയിൽ നിന്ന് വന്ന ഒരു 6000 ഉണ്ട്. രണ്ടിനും 12 രൂപയാണ്. അതുകൊണ്ട് ഇവിടെ ടോട്ടൽ 8000 × 12 എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് കാണിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എത്രയാണ്? 8000 × 12 96,000 മാത്രം. എല്ലാം സെയിം ആണ്. സെപ്പറേറ്റ് ചെയ്തെടുത്താലും ഒരുമിച്ച് ചെയ്താലും ഒരുപോലെയാണ്. റേറ്റ് 12 തന്നെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ 1,60,000, 90,000, 1,20,000, ഈ പറയുന്ന 96,000. ഇത്രയും ടോട്ടൽ ചെയ്താൽ എന്ത് കിട്ടും? സ്റ്റീവഡോറിങ് ചാർജസും കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു നോട്ട് സെപ്പറേറ്റ് കൊടുത്തതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൂടെ നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രോബ്ലം മൊത്തത്തിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ പറഞ്ഞ ക്വസ്റ്റിനെ മാത്രം ബേസ് ചെയ്ത് ഇതിൽ ഓരോ പോയിൻറ്റ്സുകളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്താ? ബൈ ഫ്ലൈറ്റ്. മുംബൈ ടു ബസ്ര എത്രയാണ് ലോഡ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു സ്റ്റീവഡോറിങ് ചാർജസിൻ്റെ ലോഡിങ് ആൻഡ് അൺലോഡിങ് നോക്കിയാൽ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് പറയാം. മുംബൈ ടു ബസ്രയിലേക്ക് 6000 ടണ്ണാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. പെർ ടണ്ണിന് 500 ആണ് ഫ്ലൈറ്റ് ചാർജസ് എന്നുള്ളത്. സോ എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് 30 lakh എന്നുള്ളത് കിട്ടും. ദെൻ മുംബൈ ടു ദുബായിലേക്ക് 2000 ടണ്ണാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അതിന് 600 ആണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ബസ്ര ടു ദുബായ് 240 പെർ ടണ്ണിന് ചാർജ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിലും തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഈ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിൽ പല സ്ഥലത്തായിട്ട് കിടക്കുന്നത് ഒരുമിച്ച് ഫ്ലൈറ്റുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒരുമിച്ചാക്കി. ഇവിടെ പ്രൈമേജ് പോലെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ബാക്കി എന്താണ്? ഫ്ലൈറ്റ് മാത്രമാണ് മെയിനായിട്ട് വരുന്ന ഒരു ഐറ്റം. ബാക്കി എക്സ്പെൻസ് സൈഡിലെ ഐറ്റംസ് ഓരോന്നായിട്ട് എൻ്റർ ചെയ്യുക. ഈ റീഫണ്ട് ഓഫ് ബ്രോക്കറേജ് നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ്. എന്താണ്? ആ ഒരു പർട്ടിക്കുലർ ഫ്ലൈറ്റിൻ്റെ മാത്രം എടുത്താണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം.
അതായത് ഇവിടെ മുംബൈ ടു ബസ്രയിലേക്കുള്ള ജനറൽ കാർഗോയുടെ എമൗണ്ട് ആണ് 30 lakh അല്ലേ. അത് ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് പോയിന്റ് മുംബൈ ടു ബസ്ര ജനറൽ കാർഗോ ₹500 per ton എന്ന് പറയുകയും നമ്മുടെ ക്വസ്റ്റിൻ്റെ ഏകദേശം അവസാന ഭാഗത്തായിട്ട് മുംബൈയിൽ നിന്ന് ലോഡ് ചെയ്തത് എത്രയാണ് 6000 tons ആണെന്നുള്ള കാര്യവും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏകദേശം ലാസ്റ്റ് പാർട്ടായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുംബൈ ടു ബസ്രയിലേക്ക് എത്രയാണ് ലോഡ് ചെയ്തത് 6000 tons ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 6000 tonsന് 500 വെച്ച് 30 lakhും ഇനി ബാക്കി 8000 ടണ്ണിൽ ബാക്കി പോയത് എങ്ങോട്ടാണ്? ദുബായിലോട്ടാണ്. അപ്പോൾ മുംബൈ ടു ദുബായ് ബാക്കി 2000 ടണ്ണാണ് വന്നതെന്നുള്ളത് ഫ്ലൈറ്റ് ചാർജസ് എന്നുള്ള കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ദെൻ ഇവിടെ ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു ബസ്ര ടു ദുബായിലേക്ക് ഒരു 6000 ടണ്ണാണ് കയറ്റിവിട്ടത്. അപ്പോൾ ബസ്ര ടു ദുബായ് 6000 ടൺ. ഇത്രയും ആ ഒരു ടൺ എത്രയാണെന്നുള്ളത് ക്ലിയർ ആണെങ്കിൽ പിന്നെ പെർ ടണ്ണിന് എത്രയാണ് ചാർജ് ചെയ്യുന്നത് ഓരോ റൂട്ടിലും അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് കിട്ടും അല്ലേ. ഇനി ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു എന്താണ് ഈ പറയുന്ന മുംബൈ ടു ബസ്രയിലേക്ക് ചാർജ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഫ്ലൈറ്റിൻ്റെ 2% അഡ്രസ് കമ്മീഷനും. അപ്പോൾ ഈ അഡ്രസ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അഡ്രസ് കമ്മീഷൻ 2% എന്ത് ചെയ്യണം? മുംബൈ ടു ബസ്രയിലേക്കുള്ള 30 lakhന് ഒരു 2% കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ് മുംബൈ ടു ബസ്രയിലേക്കുള്ള ഫ്ലൈറ്റ് ചാർജ് എത്രയാണ്? 30 ലക്ഷം. 30 lakh ആണ്. ഈ 30 lakhൻ്റെ 2% ആർക്ക് കൊടുക്കാനുള്ളതാണ്? മുംബൈ ടു ബസ്രയിലേക്കുള്ള അഡ്രസ് കമ്മീഷനാണ്. 30 lakhൻ്റെ 2%. ഇനി അടുത്തതോ രണ്ടാമത്തെ പോയിന്റ് പറയുവാണ് ബസ്ര ടു ദുബായിലേക്ക് ലോഡ് ചെയ്ത ഫെർട്ടിലൈസറിന് 240 per ton ചാർജ് ചെയ്യുന്ന ഫെർട്ടിലൈസർ ഇല്ലേ ബസ്ര ടു ദുബായ്, ഈ 14,40,000ൻ്റെ 2% എന്തായിട്ട് കൊടുക്കണം? അഡ്രസ് കമ്മീഷനായിട്ട് കൊടുക്കണമെന്നാണ് രണ്ടാമത്തെ പോയിന്റിലും പറഞ്ഞത്. അപ്പോൾ ഇലുസ്ട്രേഷൻ 2ൻ്റെ ക്വസ്റ്റിൻ്റെ ആദ്യത്തെ 1, 2 എന്നുള്ള നമ്പർ ഇട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗത്തെ കാര്യമാണ് പറഞ്ഞത്. അവിടെ അഡ്രസ് കമ്മീഷൻ ഒറ്റയടിക്കല്ല പറയുന്നത്, 2 റൂട്ടിൻ്റെ രണ്ടായിട്ടാണ് കാണാൻ പറഞ്ഞത്. അത് മാത്രമേ നമ്മളിവിടെ ചെയ്തുള്ളൂ. അപ്പം മുംബൈ ടു ബസ്രയുടേത് സെപ്പറേറ്റ് ആയിട്ട് കാണണം, ബസ്ര ടു ദുബായുടേത് സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഇത്രയാണ് ഉദ്ദേശിച്ചത്. മുംബൈ ടു ബസ്ര ടു ദുബായുടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഈ ഇടയ്ക്കുള്ള മുംബൈ ടു ദുബായ് എന്നുള്ള റൂട്ടിന് അഡ്രസ് കമ്മീഷൻ പറയുന്നുമില്ല, പറയുന്നത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടു. അതേപോലെ തന്നെ ബ്രോക്കറേജിൻ്റെ കേസും ചെയ്യണം. മുംബൈ ടു ബസ്രയിലേക്കുള്ള 30 ലക്ഷം രൂപ ഫ്ലൈറ്റ് ചാർജിന് 5% ബ്രോക്കറേജ് കൊടുക്കണം. എത്ര വരും? 1,50,000. അടുത്തത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബസ്ര ടു ദുബായിലേക്കുള്ള 14,40,000ൻ്റെ 1% നമ്മൾ എന്ത് കൊടുക്കണം? ബ്രോക്കറേജ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ മാത്രം നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? ഫ്ലൈറ്റിൻ്റെ ഡയറക്റ്റ് ടോട്ടൽ ഫ്ലൈറ്റ് എന്നൊന്നും പറഞ്ഞ് അഡ്രസ് കമ്മീഷൻ ഇത്ര, ബ്രോക്കറേജ് ഇത്ര എന്നല്ല പറഞ്ഞിരിക്കുന്നത്. റൂട്ട് വൈസ് സെപ്പറേറ്റ് ആയിട്ട് രണ്ടെണ്ണത്തിൻ്റെ കേസ് രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അഡ്രസ് കമ്മീഷൻ അതുകൊണ്ട് തന്നെ രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റിൽ വളരെ കൃത്യമായിട്ട് ആദ്യത്തെ 2 പോയിന്റിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അഡ്രസ് കമ്മീഷനും ബ്രോക്കറേജും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി പോർട്ട് ചാർജസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ഐറ്റംസ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേഗം പറഞ്ഞു പോകാം. നമ്മൾ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അടുത്തത് പോർട്ട് ചാർജസ് എന്നുള്ള കാര്യങ്ങൾ. പോർട്ട് ചാർജസ് ഒക്കെ എല്ലാം ടോട്ടൽ ചെയ്ത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. സ്റ്റീവ് ഡോറിങ് ചാർജസ് ആണ് നമ്മളൊരു നോട്ട് വെച്ച് കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ഓരോ എമൗണ്ടും വരുന്നത് എന്നുള്ളത് പറഞ്ഞു. അത് നോക്കിയാൽ നിങ്ങൾക്ക് അപ്പം കൃത്യമായിട്ട് വേണമെങ്കിൽ ഇന്നർ കോളത്തിൽ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. എത്ര എമൗണ്ട് മുംബൈയിൽ ലോഡ് ചെയ്തതിൻ്റെ എമൗണ്ട് 1,60,000 എന്നുള്ളത്, ബസ്രയിൽ ലോഡ് ചെയ്ത 6,000 ഫെർട്ടിലൈസറിന് 15 രൂപ വെച്ച് 90,000 എന്നുള്ളത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് എഴുതാവുന്നേ ഉള്ളൂ. ടോട്ടൽ മാത്രമായിട്ട് അവിടെ ടോട്ടൽ ചെയ്ത് 4,66,000 തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ബാക്കിയുള്ള എക്സ്പെൻസുകളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോയ കൂട്ടത്തിൽ ആഡ് ചെയ്ത് എഴുതേണ്ട പോയിന്റുകൾ മാത്രമാണ്. ഇവിടെ റിപ്പയർ ചാർജസ് എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റിൽ 24 lakhsന് ഷിപ്പിന് ഒരു സ്പെഷ്യൽ സർവേ റിപ്പയർ നടക്കുന്നുണ്ടോ എല്ലാ വർഷം. അതിൽ ഈ ഒരു വോയേജ് 2 മാസത്തേനായതുകൊണ്ട് ജസ്റ്റ് 2 monthsലേത് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. ബങ്കർ കോസ്റ്റും നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. എങ്ങനെയാണ് സെയിലിംഗ് ഡേയ്സിലേക്കുള്ളത്, അത് പെർ ഡേയുടെ ആയതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത് 16 days ആണ് സെയിലിംഗ് ഡേയ്സ് ഉള്ളത്. അപ്പോൾ ഇൻറ്റു 16 ചെയ്യണം. പെർ ഡേ സ്റ്റേ അറ്റ് പോർട്ടിൻ്റെ കോസ്റ്റ് എത്രയാണോ 13,450. 45 days ആണ് സ്റ്റേ അറ്റ് പോർട്ട് വരുന്നത്. അതുകൊണ്ട് 45 days കൊണ്ട് ഇൻഡ്യ ചെയ്യുമ്പോൾ കിട്ടുന്ന കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്തു. ഇനി ഇൻഷുറൻസ് എന്ന് പറയുന്നതും പറഞ്ഞിരുന്നല്ലോ. 6,60,000 എന്ന് പറയുന്ന എമൗണ്ട് ടോട്ടലാണ്. 1 yearലേക്കുള്ള പ്രീമിയമാണ്, ആനുവൽ പ്രീമിയമാണ്. വെസലിൻ്റെ ഷിപ്പിൻ്റെ പ്രീമിയമാണ് 6,60,000. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആ സമയത്തൊന്നും നമുക്ക് എത്രയാണ് പീരീഡ്, എത്ര മാസമാണെന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ഐഡിയ ഇല്ലായിരുന്നു. 2 മാസത്തേനായതുകൊണ്ട് ജസ്റ്റ് 2 monthsലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതി. അഡ്രസ് കമ്മീഷനും ബ്രോക്കറേജ് ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, മാക്സിമം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എൻ്റർ ചെയ്തു. ഇപ്പോൾ റീഫണ്ട് ഓഫ് ബ്രോക്കറേജ് ഒക്കെ നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്താണ് റീഫണ്ട് ഓഫ് ബ്രോക്കറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് പറഞ്ഞ പോയിന്റിൽ വരുന്ന ഒരു പോയിൻ്റാണ്. ഇലുസ്ട്രേഷൻ 2 സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞ് നമ്പർ ചെയ്ത് തന്നിരിക്കുന്നതിലെ ഫസ്റ്റ് പോയിന്റ് എവിടെയാണ്?
നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ പറയുന്ന ഒരു പോയിൻ്റാണ് ഇനി നമ്മൾ പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 5% ചാർട്ടേഴ്സ് ഏജൻറ്റിന് കൊടുക്കുന്ന ഒരു ബ്രോക്കറേജ് ഉണ്ടെന്നും ആ ബ്രോക്കറേജിൻ്റെ 1/3 അവർ തിരിച്ചു തന്നു എന്നാണ് പറയുന്നത്. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 5% ഓഫ് ദ ബ്രോക്കറേജ്. ഫസ്റ്റ് മുംബൈ ടു ബസ്രയുടെ ജനറൽ കാർഗോ മുംബൈ ടു ബസ്രയുടെ എമൗണ്ട് എത്രയാണ്? 30 ലക്ഷം. ആ 30 ലക്ഷത്തിന് നമ്മൾ ചാർജ് ചെയ്ത എമൗണ്ട് എത്രയായിരുന്നു? ഈ 30 ലക്ഷത്തിന് നമ്മൾ ചാർജ് ചെയ്ത ബ്രോക്കറേജ് എന്ന് പറയുന്നത് 1,50,000 ആയിരുന്നു അല്ലേ ബ്രോക്കറേജ്. ആ ബ്രോക്കറേജിൻ്റെ 1/3, അതായത് ഈ 1,50,000-ൻ്റെ 1/3 എന്ത് ചെയ്തു? അവരിങ്ങ് തിരിച്ചു തന്നു, നമ്മുടെ കമ്പനിക്ക് തന്നെ തിരിച്ചു തന്നു. നമുക്ക് കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി കൊടുത്തെങ്കിലും അത് തിരിച്ച് റീഫണ്ട് ചെയ്ത് നമുക്ക് തിരിച്ച് കിട്ടിയത് കൊണ്ടാണ് ഇൻകം സൈഡിൽ ഈ ഒരു ഐറ്റം വന്നത്. നോർമലി അതൊന്നും വെറുതെ അല്ല, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ വന്നതാണ് കേട്ടോ. റീഫണ്ട് ഓഫ് ബ്രോക്കറേജ്. നോർമലി നമുക്ക് ഫ്ലൈറ്റ്, പ്രൈമേജ്, പാസേജ് മണിയൊക്കെയാണ് നമ്മുടെ മെയിൻ ഇൻകം. അത് മാത്രമേ നോർമലി വരാനുള്ളൂ. ഇവിടെ റീഫണ്ട് നടന്നതുകൊണ്ട് മാത്രമാണ് അത് ഇൻകം സൈഡിൽ കൊണ്ടെഴുതിയത്. വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ തന്നെ ആ ഒരു എമൗണ്ട് 50,000 കുറച്ചിട്ട് ബാക്കി നെറ്റ് എമൗണ്ട് മാത്രം ബ്രോക്കറേജ് കാണിച്ചാലും തെറ്റൊന്നുമില്ല. ഇവിടെ ഓൾറെഡി കൊടുത്തതാണ് ബ്രോക്കറേജ് 30 ലാഖിന് 5% ബ്രോക്കറേജ് 1,50,000 കൊടുത്തിട്ട് പിന്നീട് അതിൻ്റെ ഒരു റീഫണ്ട് 1/3 തിരിച്ച് കിട്ടിയതുകൊണ്ട് അതൊരു ഇൻകമായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ സ്റ്റോഴ്സ് ആൻഡ് പ്രൊവിഷൻ എന്താ കിടക്കുന്ന ഡൗട്ട് വരണ്ട, ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റോഴ്സ് ആൻഡ് പ്രൊവിഷൻസ് എല്ലാം എന്താണ്, ക്ലോസ് സ്റ്റോക്കൊക്കെ നമ്മൾ കുറച്ചിട്ട് കൺസ്യൂംഡ് എന്ന് മാത്രമുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി. ഇവിടെ സ്റ്റോഴ്സ്, സപ്ലൈസ് ആൻഡ് പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ. 3,90,000 40,000 കുറച്ച് 3,50,000 കാണിച്ചാൽ മതി എന്ന് നമ്മളവിടെ പറഞ്ഞതാണ്. അങ്ങനെ അവിടെ കാണിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഇവിടെ കൊണ്ട് 40,000 ചെയ്യാവൂ, രണ്ടും കൂടെ ചെയ്യരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിൻ്റെ സ്റ്റീവ് ഡോറിങ് ചാർജസ്, ബങ്കർ കോസ്റ്റ്, ഇങ്ങനെയുള്ള കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഒരുമിച്ച് വരുന്ന പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് പറയേണ്ടി വന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഒരു ഐറ്റം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഏത് കാര്യം ഒഴിച്ച്? കമ്മീഷൻ ടു മാസ്റ്റർ എന്ന് പറയുന്ന വെസലിൻ്റെ മാസ്റ്ററിന് ഒരു കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എത്രയാണ് കമ്മീഷൻ പറഞ്ഞത്? 1% ആണ് നമ്മുടെ കമ്മീഷൻ. ഈ കമ്മീഷൻ ടു മാസ്റ്റർ 1% ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു റഫ് നെറ്റ് പ്രോഫിറ്റ് കാണുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മളെല്ലാം ഈച്ച് ആൻഡ് എവറി ഐറ്റം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ 2 നെറ്റ് പ്രോഫിറ്റ് എന്നൊന്നും പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യേണ്ട. പകരം നമ്മൾ എന്ത് ചെയ്യുക? 2 കാര്യങ്ങൾ എഴുതിയിടുക. ഒന്ന്, ടു കമ്മീഷൻ ടു മാസ്റ്റർ. നമ്മളോട് പറഞ്ഞല്ലോ 1% കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ ആ ഒരു ഐറ്റം എഴുതാനുള്ള സ്പേസ് കൊടുക്കുക. പിന്നെ 2 നെറ്റ് പ്രോഫിറ്റ് എന്നും എഴുതിയിടുക. പക്ഷേ അവിടെ എല്ലാം നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതേണ്ടത്. ജസ്റ്റ് ഈ 2 ഐറ്റം കൂടെ ഇനി വരാനുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക? നമ്മുടെ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുത്തു. ചിലപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യുന്ന അനുസരിച്ചൊക്കെ വ്യത്യാസം വരും. ഇത് തന്നെ ഇത് ടെക്സ്റ്റിനെ വെച്ച് ഇപ്പം അങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ റഫ് ആയിട്ടുള്ള ഒരു നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ ആദ്യം കാണുക. അപ്പോൾ ഇവിടുത്തെ റഫ് നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 28,39,550. ഏത് രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്രെഡിറ്റിന് പകരം ഇവിടെ കൊണ്ടുവന്ന് ചെയ്യേണ്ട ഐറ്റംസിനെ ഡെബിറ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് എന്താണ് സെയിം കറക്റ്റായിട്ടുള്ള റഫ് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 28,39,550 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന റഫ് നെറ്റ് പ്രോഫിറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന് കമ്മീഷൻ കൊടുക്കണം അല്ലേ. ഈ പറഞ്ഞ 28,39,550യുടെ എത്ര % കമ്മീഷൻ കൊടുക്കണം? ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഇനി ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. ആദ്യത്തെ പാട്ടിൽ പറഞ്ഞാണ് 1% കമ്മീഷൻ കൊടുക്കണം. 1% കമ്മീഷൻ കൊടുക്കുമ്പോൾ ആഫ്റ്റർ ചാർജിങ് എന്ന് പറഞ്ഞത് കൊണ്ട് 101 എടുക്കണം. ഇത് നമ്മൾ പണ്ട് ട്രേഡിംഗ് ആൻഡ് പി&എൽ അക്കൗണ്ടിൻ്റെ ഒക്കെ കേസിൽ സോൾ ട്രേഡർ കൺസേണിൻ്റെ ഒക്കെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ കമ്മീഷൻ കൊടുക്കുന്നു. മാനേജേഴ്സ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. ട്രേഡിംഗ് അക്കൗണ്ടും ഫൈനൽ അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആഫ്റ്റർ ചാർജിങ്ങും ബിഫോർ ചാർജിങ്ങും വന്നാൽ ഇതേ രീതിയിലാണ് അവിടെ ചെയ്യുന്നത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അത് പരിചയമുള്ള ആൾക്കാർക്ക് അതുമായിട്ട് ലിങ്ക് ചെയ്ത് അതിനെ കണക്ട് ചെയ്താലും മതി. ഇനി അതൊന്നും ഓർമ്മയില്ലെങ്കിൽ തന്നെ 1% കമ്മീഷൻ എങ്ങനെ എടുക്കണം എന്ന് മാത്രം ഓർക്കുക. ആഫ്റ്റർ ചാർജിങ് ആണെങ്കിൽ ആ റേറ്റ് കൂടെ ചേർത്തെടുക്കുക. ബിഫോർ ചാർജിങ് എന്നോ ഇനി ആഫ്റ്റർ ചാർജിങ് എന്നോ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടോ ഇല്ലെങ്കിൽ 1/100 തന്നെ എടുത്താൽ മതി. അപ്പോൾ 1% ആയതുകൊണ്ട് 1/101 എടുത്തു. 2% ആയിരുന്നെങ്കിൽ എങ്ങനെ എടുത്തേനെ? റേറ്റ് കൂട്ടിയെടുക്കുക. 100ൻ്റെ കൂടെ റേറ്റ് കൂടെ കൂട്ടിയെടുക്കുക. 2/102 എടുത്തേനെ. ഇവിടെ നമുക്ക് എന്ത് മതി? 1/101 തന്നെ മതി. നമ്മളത് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അത് ആർക്ക് കൊടുക്കണം? മാസ്റ്ററിന് കൊടുക്കണം അല്ലേ. വെസലിൻ്റെ മാസ്റ്ററിന് 28,114 റുപ്പീസ് മാസ്റ്ററിന് കമ്മീഷൻ കൊടുത്തു. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള നെറ്റ് പ്രോഫിറ്റ് വരുന്നത് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ശരിക്കുള്ള കറക്റ്റായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് വരും. കൃത്യമായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എത്ര വരും?
ഇനി ഈ ഒരു എമൗണ്ടും കൂടെ ചേർത്ത് 28,114 കൂടെ നമുക്ക് മുമ്പ് കിട്ടിയ റഫ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുവാണെങ്കിൽ ബാക്കിയുള്ള, അല്ലെങ്കിൽ പിന്നെ വീണ്ടും ബാലൻസ് ചെയ്യുക, ബാക്കി ബാലൻസ് ഫിഗറാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഇൻ എഫക്റ്റിൽ നെറ്റ് ഫിഗറായിട്ട് വരുന്നത് ഇനി ബാക്കിയുള്ള എമൗണ്ടാണ്. വീണ്ടും മൊത്തത്തിൽ ഇരുന്ന് ബാലൻസ് ചെയ്യാനായിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. മുമ്പ് റഫ് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയവരാണ് 28,000 39,550 എന്ത് കുറച്ചാൽ മതി, ആ കൊടുക്കുന്ന കമ്മീഷൻ കുറച്ചാൽ മതി. മാസ്റ്ററിന് കൊടുത്ത കമ്മീഷൻ കുറച്ചാൽ ബാക്കിയുള്ളത് നമുക്ക് ഇനിയുള്ള നെറ്റ് പ്രോഫിറ്റാണ്. കറക്റ്റ് ഈ ഒരു പർട്ടിക്കുലർ വോയേജിൻ്റെ മാസ്റ്ററിനുള്ള കമ്മീഷൻ ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ബാക്കി നെറ്റ് പ്രോഫിറ്റാണ് 11,413 എന്ന് പറയുന്നത്. 28,11,436 പറഞ്ഞ തെറ്റിപ്പോയാണ്. അപ്പോൾ 28,11,436 രൂപയാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വോയേജിൻ്റെ മാത്രം നെറ്റ് പ്രോഫിറ്റായിട്ട് വരുന്നത്. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. വോയേജ് ഇൻ പ്രോഗ്രസ് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതിന് മുന്നേ വരുന്ന ഒരു പ്രോബ്ലമാണ്. വോയേജ് ഇൻ പ്രോഗ്രസ് ഇല്ലാത്തത് കൊണ്ട് സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലം, എങ്കിൽ പോലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കുറച്ച് ടൈം എടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടതും ഓരോ പോയിൻറ്റ്സും മനസ്സിലാക്കി കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ല പ്രോബ്ലമാണ്. ടൈം എടുത്ത് കൃത്യമായിട്ട് വർക്കിംഗ് നോട്ടുകൾ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.